നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോൾ നമുക്ക് ഓഫീസിൽ കാണാം. അപ്പച്ചി ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ദിനേശ് ഞങ്ങൾ പറഞ്ഞത് എത്ര സത്യ? എന്താ മോനെ, കവിതയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? അപ്പച്ചിയുടെ സമയം ഒത്തുവരുന്നൊന്നൊരു തോന്നലുണ്ടായി കാണും. നിനക്ക് വിശ്വാസമില്ലാത്തൊന്നും നീ ചെയ്യണ്ട. ആളാവാനാ അവള് നോക്കുന്നത്. ഈ കുടുംബവും നമ്മുടെ ബിസിനസ്സും എല്ലാം മുത്തച്ഛൻ്റെയും നിന്റെ അച്ഛൻ്റെ അധ്വാനമാണ്. ആ വഴിയാ നീയും പിന്തുടരുന്നത്. മംഗലശ്ശേരിയുടെ വഴിയോ തന്നെ. നമുക്ക് നോക്കാം മുത്തച്ഛ. അഹിതമായതെന്തോ വരാൻ പോകുന്നുവെന്നൊരു തോന്നല്. സഞ്ജു എന്താ വന്നത്? ഓഫീസിൽ പോകുന്നതിന് മുൻപ് എന്ന് നിന്നെ കാണാൻ വരാറില്ലേ? അതൊരു വഴിപാട് പോലെ സഞ്ജു കാണണമെന്നില്ല. തിരക്കാണെങ്കിൽ സഞ്ജു എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നേ? ഞാനെവിടെ പോകാനാ? ഇവിടെ തന്നെ ഉണ്ട്. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? സഞ്ജു പൊയ്ക്കോ. നീ വീണ്ടും മൂഡ് ഓഫ് ആയല്ലോ. നിന്നെ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് പോയാ മനസ്സിന് എന്തുമാത്രം ആശ്വാസമാണെന്നോ. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ചിരിച്ചു കാണിക്കുന്നത് ശരിക്കും അഭിനയമല്ലേ? ഞാനെങ്ങനെയാ കരുതുന്നത്? ഞാനിത് ശീലിച്ചിട്ടുമില്ല. നിന്റെ മുഖം കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഒരാളിന്റെ മുഖം കണ്ട് മനസ്സ് പറയാനാവില്ല. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ വരാം. ഈവനിങ് നമുക്കൊന്ന് പുറത്തേക്ക് പോ. നിന്റെ മൂഡ് ഓഫ് മാറി കിട്ടും. ആ, അമ്മ വന്നല്ലോ. സഞ്ജു അവളോടും ചോദിക്കും. അമ്മ റെഡിയല്ലേ? അന്നത്തെ പോലെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? നിന്റെ ചേച്ചിയുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവട്ടെ. ഞാൻ ചേച്ചിയോട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയാനാ വന്നത്. പോയിട്ട് വരാം. നിക്ക്, നീ ധൃതി വെച്ച് അങ്ങനെ അങ്ങ് പോവല്ലേ? സഞ്ജു ഓഫീസിൽ പോവാനല്ലേ ഇറങ്ങിയത്? അമ്മു ക്ഷേത്രത്തിലേക്കും. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ചു പോക്കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.